ഡേറ്റ് ഏതാ? 26 നവംബർ 26 പത്രം വായിച്ചു ഞാനെങ്കിലും ഡെയിലി പത്രം വായിക്കുമായിരിക്കും. എങ്കിലും വായിച്ചിട്ടില്ല. എന്താ മനസ്സിലാക്കാൻ ഇന്നത്തെ ദിവസത്തിന്റെ നവംബർ 26 ഭരണഘടനാ ദിനം അല്ലേ? പേര് നിലവിൽ 470 അനുച്ഛേദങ്ങളായിട്ട് ഇത് നമുക്ക് ലഭ്യമാണ്. നമ്മളെ നിയമത്തെ ഓരോരോ ഭാഗങ്ങളാക്കി തിരിച്ച് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന 12 പട്ടികകൾ ആണ്. ഇത്ര ബുക്ക് നമ്മൾ കണ്ടെത്തി നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കും. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം 90,000 വാക്കുകളാണ് തയ്യാറാക്കുന്നത്. ഈ ഭരണഘടന എഴുതി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ എണ്ണം ഏകദേശം 90,000 ആണെന്ന് പറയപ്പെടുന്നത്. അപ്പം അത്രയും വാക്കുകൾ വെച്ചിട്ടാണ് ഈ നിയമാവലി ഉണ്ടാക്കിയത്. നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടെ. ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഏറ്റവും വലിയ ഭരണഘടനയാണ്. എന്താ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്? നമ്മുടെ അവകാശങ്ങളും നമ്മുടെ ഉത്തരവാദിത്വങ്ങളും എന്താണെന്ന് സമൂഹത്തെ അറിയിച്ചുകൊണ്ടുള്ള നമ്മുടെ ആത്മാവാണ്. ഇന്ത്യയുടെ ആത്മാവെന്ന് നമ്മൾ
ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട്. ഇന്ത്യൻ മറ്റു രാജ്യങ്ങളിൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം നേടി തന്നതായിട്ടാണ് ഇരിക്കുന്നത്. ആ സ്വാതന്ത്ര്യം നമ്മൾ ആമുഖം. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇംഗ്ലീഷ് നീതു ടീച്ചർ വായിച്ചു.